അപ്പോൾ നമ്മുടെ സിനിമാകാരൻ രാജീവ് ദേവിൻ്റെ W123 ആണ് ബെൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന ചേർത്തലയാണ്. ചേർത്തല വരാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറയിൽ കാണുന്നൊരു 800 ആണ്. ഇതൊരു 90 മോഡൽ 800 ആണ്. നമ്മുടെ മനോരമ ഫാസ്റ്റ് ട്രാക്കിലൊക്കെ ഇതിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്ന ഒരു വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ഓണറെയാണ് ഇപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പുള്ളി ഒരു മോഡിഫിക്കേഷൻ എക്സ്പേർട്ട് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓൾഡ് വിൻറ്റേജ് വണ്ടികൾ റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിലിം സ്റ്റാർ രാജൻ പി ദേവിൻ്റെ ബെൻസ് W123 എന്ന് പറഞ്ഞൊരു മോഡൽ ഇവിടെ റീസ്റ്റോർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം. 90 മോഡൽ ഒരു 800 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറേയും ഈ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ആളുമായ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് ഗിരീഷ്. അപ്പോൾ ചേട്ടാ എത്ര നാളായി ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്ത്, ഇങ്ങനൊരു മോഡിഫിക്കേഷൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോൾ ഒരു 9 വർഷമായിട്ടുണ്ട്. 9 വർഷമായിരുന്നു. ഇത് ആദ്യം ഒരു ജോലി കേട്ടെ MVD പൊക്കിയായിരുന്നു. MVD പൊക്കി, അതുകൊണ്ട് ഇപ്പോൾ ഇത് പുറത്തിറക്കാൻ ജഗതി കാണിക്കുന്നത് മതിൽ കെട്ടിയിട്ട് കിടക്കുമല്ലേ? അത് നടക്കുന്നുള്ളൂ. ഓക്കെ. അപ്പം MVD പൊക്കി. അപ്പോൾ എന്താണ് ഇത് വാണിംഗ് ചെയ്ത് വിട്ടതേ ഉള്ളോ അതോ വെട്ടി അടിച്ചായിരുന്നോ? വാണിംഗ് ചെയ്ത് വിട്ടാണ്. ഇപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ ഊരി മാറ്റാനൊക്കെ പറഞ്ഞിരുന്നല്ലേ. പിന്നെ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പതുക്കെ നമ്മൾ ഊരി പോകുന്നതാണ്. അപ്പോൾ പിന്നെ വാണിംഗ് അന്ന് വിട്ടു. വണ്ടി പുറത്തിറക്കാറില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇട്ടേക്ക്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഇവിടെ ആരും പിടിക്കത്തില്ലല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇത് ഫാസ്റ്റ് ട്രാക്കിലും ഒക്കെ ഫീച്ചർ ചെയ്തൊരു വണ്ടിയാണല്ലോ. ഫാസ്റ്റ് ട്രാക്കിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എന്താണ് അന്നത്തെ മാഗസീനിൽ നല്ല പബ്ലിസിറ്റി കിട്ടിയ ഒരു സംഭവമായിരുന്നു. അന്ന് ഇത് 9 വർഷത്തിന് മുമ്പാണ് ഇത് ഇറക്കിയത്. ഫാസ്റ്റ് ട്രാക്കിലൊക്കെ ഇറക്കിയത് 9 വർഷം മുമ്പ് അല്ലേ? അന്നേരം അന്ന് കുറേയധികം പേര് വിളിക്കുകയും കാര്യങ്ങളെല്ലാം പറയുകയൊക്കെ ചെയ്തു. പിന്നെ അതങ്ങനെ പിന്നെ അതിനെക്കുറിച്ചൊന്നും വലിയതൊന്നും ഇല്ലായിരുന്നു. കൊച്ചു കൊച്ചു പരിപാടി, ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തങ്ങ് പോകും. അപ്പോൾ ചേട്ടാ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പ്രസന്റ് കാണുമ്പോൾ ഒറ്റ ഓർഡറിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇത് ലാസ്റ്റ് നമ്മൾ സെമിയാണ് അല്ലേ? ഹെഡ്ലൈറ്റ് ആണല്ലേ? പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇതിനകത്ത് ചേട്ടൻ ചെയ്തേക്കുന്ന സംഭവങ്ങൾ മൊത്തം മെറ്റലാണ്. സാധാരണ ഇതൊക്കെ ഫൈബറിലാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഫൈബറൊക്കെ അധികം ഫെമിലിയർ ആകുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ ചെയ്താണ്. ഇതെല്ലാം മെറ്റലാണ്, കംപ്ലീറ്റ് മെറ്റലാണ്. അപ്പം ബോഡി വെയിറ്റ് കുറച്ച് കൂടുതലായി കാണുന്നത്. കൂടുതലാണ്. ബോണറ്റിലെ ആണെങ്കിൽ പോലും ഒരു 40 ലുക്ക് തരുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതിനകത്തും ചെയ്തിരിക്കുന്നത്. ഒരു വീൽ ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ടല്ലേ? ഒരു എയർ വെന്റ് പോലെ ഒരു സ്കൂപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ? LED ഒക്കെ ഉണ്ട്. രാത്രി ഭംഗിയൊക്കെ അതിനകത്തൊക്കെ ഇരിപ്പുണ്ട്. LED ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഇതൊരു ചെറിയ ബൾജിങ് സ്കേർട്ടിംഗ് ആണ്. സ്കേർട്ടിംഗ് ആയിട്ട്. പിന്നെ സ്പോയിലറും നമ്മൾ ചെയ്തെടുത്താൽ അല്ലേ? ഇതൊക്കെ ഇതിന് സ്റ്റെപ്പിനിക്ക് ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു ഇത് മെറ്റൽ തന്നെയല്ലേ? ഇത് മെറ്റൽ തന്നെ. നമ്മൾ ആദ്യം ഇത് മാത്രം വെച്ചിട്ടുള്ളായിരുന്നു. ഓക്കെ. ഇത് മാത്രം വെച്ചിട്ട് പുറകെ കാണാൻ ഒരു ഭംഗി കിട്ടുന്നില്ലായിരുന്നു. അതിനുവേണ്ടി രണ്ടാമത് ചെയ്തതാണ്. കണ്ടിന്യൂഷന് വേണ്ടി ചെയ്തതാണ്. രണ്ടാമത് ചെയ്തതാണല്ലേ? ഇത് ഈ എക്സോസ്റ്റ് ഒക്കെ ഡബിൾ വർക്കിംഗ് ആണോ? ഇത് ആദ്യം വർക്കിംഗ് ആയിരുന്നു. MVD പിടിച്ചപ്പോൾ ജസ്റ്റ് ഡെമ്മി ആയിട്ടിരിക്കും അല്ലേ? ഇത് ഫാസ്റ്റ് ട്രാക്കിൽ ഞാൻ എവിടെ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രത്യേക ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ എവിടെയോ അത് കണ്ടായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇത് കുറേ പണിപ്പെട്ട് വേണം ഈ പരിപാടിക്ക് ഇത്രയും ഇതാക്കി എടുക്കാനായിട്ട്. കണ്ടിന്യൂസ് നമ്മൾ പണിതിട്ടില്ല. സമയം കിട്ടുന്നതനുസരിച്ച് രാത്രി രാവിലെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ പണി കഴിഞ്ഞ് കിട്ടണ സമയം വെളുപ്പിനെ രാത്രി അങ്ങനെയുള്ള സമയങ്ങളിൽ വേറെ എന്തൊക്കെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഒരു THAR WRANGLERലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു 540 WRANGLERലേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ വേറൊന്നും എടുത്തിട്ടുണ്ട്. അതൊരു അമേരിക്കൻ മോഡലൊരു മറ്റേ ഷെൽജിയുടെ കോബ്ര ആക്കാനുള്ള പരിപാടി സെറ്റപ്പിലൊക്കെയാണ്. അതിന് പതുക്കെ ചെയ്യാനുള്ളൂ. സ്വന്തം വണ്ടി സമയം പോലെ ചെയ്യാനുള്ള. പിന്നെ നമ്മുടെ രാജൻ പി ദേവിൻ്റെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതൊരു ബെൻസ് കിടപ്പുണ്ട്, പഴയ W123 അല്ലേ? അത് ഫുൾ റീസ്റ്റോറേഷൻ. നമുക്ക് ഗ്യാരേജിൽ പോയിട്ട് ബാക്കി വണ്ടികളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. How heavy is that? Light work with the bass on the track, on my face to the back like I'm taking a slap. I need a drink but it's straight from the tap. And I'm hating the slack, couple man slide around like they hate in the gaff. Please stop talking that trash cause the vibes in the front all the way to the back. അപ്പോൾ നമ്മുടെ സിനിമാകാരൻ രാജീവ് ദേവിൻ്റെ W123 ആണ് ബെൻസ്. അപ്പം ഇതിവിടെ ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് വന്നേക്കാണ്. ചേട്ടാ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇതിൽ
ഇതിന് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. പാച്ച് വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ഇനി പെയിന്റിങ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സൺറൂഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി സൺറൂഫ് ഇല്ലായിരുന്നു. സൺറൂഫ് ഇല്ലായിരുന്നു, അവർ ആവശ്യപ്പെട്ട് ചെയ്യണതാണ്. പിന്നെ ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി. ഓക്കെ, ഫുൾ റണ്ണിങ് കണ്ടീഷനല്ലേ വണ്ടി? റണ്ണിങ് കണ്ടീഷനാണ്. അത് ഇച്ചിരി കൂടി മെക്കാനിക് വർക്ക് തീരാനുണ്ട്. ഇത് പുതിയ തകട് വെച്ച് ചെയ്ത, ഇതൊക്കെ പുതിയ പ്ലാറ്റ്ഫോം ഒക്കെ പുതിയ ചെയ്തല്ലേ? അപ്പോൾ ഇനിയാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട 2 ആൾക്കാരെ കാണിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അത് താറാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ റാംഗ്ലറിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് മൊത്തത്തിൽ മാറ്റുവാണ്. പിന്നെ മറ്റൊരു അത് 550 വണ്ടിയാണ്. മിലിറ്ററി വണ്ടിയായിരുന്നോ അതോ? മിലിറ്ററി വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ്, ഈ കിടക്കുന്ന താറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രാക്കിലൊക്കെ ഓടാൻ പറ്റുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്ത ബോഡിയാണോ? അത് നമ്മൾ ഫുള്ള് ചെയ്തെടുത്തതാണ്. ഫുള്ള് ചെയ്തെടുത്ത ബോഡി അല്ലേ? ഓക്കെ, ആൻഡ് ഇതെല്ലാം തകിട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കംപ്ലീറ്റ് ബോഡി നമ്മൾ തകിടിൽ ഇവിടെ ചെയ്തെടുത്താൽ അല്ലേ? അതിന്റെ ഫുള്ള് സോഫ്റ്റ് ടോപ്പ് ആയിരുന്നു, നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് റാംഗ്ലറിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഈ സസ്പെൻഷനൊക്കെ കുറച്ച് ഹൈറ്റ് 2 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയേക്കുന്ന ടൈപ്പാണല്ലേ? ഓക്കെ, പണിതുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇവിടെയൊക്കെ ഇനിയിപ്പം നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കവർ ആവും. ഇത് സൺറൂഫ് കൊടുക്കുന്നുണ്ടോ ഇതിന്? ഇല്ല, ഇതിന് സൺറൂഫ് ഇല്ലല്ലേ? റൂഫ് റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഡോറും ഇതെല്ലാം നമ്മൾ കൈക്ക് ചെയ്തേക്കുന്നത് അല്ലേ? ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവി ലുക്ക്. ഈ ഗ്രില്ലൊക്കെ നമ്മൾ റെഡിമെയ്ഡ് മേടിച്ച് വെച്ചേക്കുന്നല്ലേ? ഗ്രില്ല് പുറത്തുനിന്ന് കൊണ്ടുവന്ന ചെയ്തല്ലേ? ഒറിജിനൽ ഗ്രില്ല. ഇത് ഒറിജിനൽ ഗ്രില്ലല്ലേ? അവർ കസ്റ്റമർ തന്നെ കൊണ്ടു തന്നാണ് ഇത്. അപ്പോൾ ഇതിന്റെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. ജസ്റ്റ് പ്രൈമർ അവർ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. പെയിന്റിങ് 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ പെയിന്റിങ് തുടങ്ങും. ഇതിന്റെ പെയിന്റിങ് വേണം അല്ലേ? കുറച്ചും കൂടി വിട്ട് കൂട്ടുവാണോ? വിട്ട് റിമ്മേല് കൂട്ടുന്നുണ്ട്. ടയർ തന്നെ സ്റ്റീൽ ഡ്രം. ഇതിപ്പോ 8J ആണ് കിടക്കണത്. അതിൽ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. 10J ആക്കാൻ പോവുകയാണ്. 10J. ഓക്കെ, നമുക്ക് അതോടെ ഒന്ന് കാണാം. സ്റ്റോക്ക് വന്നതേ ഉള്ളൂ. ഇതിപ്പം പുതിയ വന്നതല്ലേ? ഇതിപ്പോ 10Jയുടെ ഡിസ്കാണ്. 10Jയുടെ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വീതി തോന്നിക്കും. മേടിച്ചതാണ് ഇതെല്ലാം മേടിച്ചതല്ലേ? അപ്പോൾ ഇതിന്റെ ഗ്ലാസ്സുകളൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ? ഇതിന്റെ ഇത് ഫ്രണ്ട് ഗ്ലാസ് അല്ലേ? ഓക്കെ, ഇത് സൈഡിൽ വരുന്നത് അല്ലേ? സൈഡിൽ വരുന്ന ഇത് ബാക്കിൽ വരുന്നത് അല്ലേ? ഇതിന്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണ്? ഇതിലെന്തൊക്കെയാണ്? പഞ്ചാബിൽ പണിത ഒരു 550 ആണ്. ഓക്കെ, അന്നേരം അവിടെ പണിതിട്ട് അത് റാംഗ്ലറിന്റെ ഷേപ്പ് ആകാത്തതുകൊണ്ട് ഒരു ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടാമതൂടെ നമ്മുടെ ബൊലേറോ ചെയ്തത് കണ്ട് ഇതിന്റെ കസ്റ്റമർ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വണ്ടി ഇവിടെ വന്നത്. ഈ ഒരു പോർഷനൊക്കെ പുറത്തും ചെയ്തിട്ട് കൊണ്ടുവന്നോ? ഇതെല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ? ഫ്രണ്ടും ബാക്കും മാത്രമേ. മിലിറ്ററിയുടെ നിന്ന് എടുത്ത വണ്ടി അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുത്ത് 7 ലക്ഷം രൂപയ്ക്ക് അവിടെ നിന്ന് ചെയ്തെടുത്ത് കൊണ്ടുവന്ന വണ്ടിയാണല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ കൊണ്ടുവന്നതാണോ അതോ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനലിൽ വന്ന വീഡിയോസ് അങ്ങനെ വന്ന വണ്ടിയാണല്ലേ? പിന്നെ ഇവിടെ നമുക്ക് പെയിന്റിങ്ങും പാച്ച് വർക്കും അല്ലേ മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആണെങ്കിലും നമ്മൾ കൈ കൊടുക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കണം. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഒന്ന് ഫോർവേഡ് ചെയ്യുക. വർക്ക്ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇത് ചേർത്തല കുറുപ്പംകുളങ്ങര അല്ലേ? ഗിരീഷ് മോട്ടോഴ്സ് എന്നാണ്. അപ്പം ഗിരീഷ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടുകാർക്ക് എന്തായാലും അറിയാം അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണല്ലോ സിമ്പിളായിട്ട് എല്ലാവരും ലൊക്കേഷൻ പറഞ്ഞു തരും അല്ലേ? ഇനി ഇത്ര നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ വരാൻ പ്രതീക്ഷയോടെ വിഷ്ണു. താങ്ക് യു.